ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലീനിയറും അതേപോലെ തന്നെ റിംഗ് തിയറിയും ഗ്രൂപ്പ് തിയറിയും അടങ്ങുന്ന മൊത്തത്തിൽ ഓൾജിബ്രയിൽ അടങ്ങുന്ന മൊത്തം ക്വസ്റ്റ്യൻസിൽ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന HSST മാത്സ് ടെസ്റ്റ് സീരീസിന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മാർച്ച് 25 നമ്മുടെ എക്സാം സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാം സീരീസുകളായിരിക്കും. നമ്മുടെ HSST സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ മൊത്തം ടോപ്പിക്കുകളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസുകളായിട്ട് തിരിച്ച് ഓരോ മൊഡ്യൂളുകൾക്കും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് എക്സാമ്പിളായിട്ടുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്തുകൊണ്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു എക്സാം സീരീസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള നമ്പറുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ട്രൂ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. തന്നിട്ടുള്ളതിൽ ഏതാണ് നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തത്, ആൻ അബീലിയൻ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. എല്ലാ അബീലിയൻ ഗ്രൂപ്പുകളും സൈക്ലിക് ആണോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാ അബീലിയൻ ഗ്രൂപ്പുകളും നമുക്ക് സൈക്ലിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെടുക്കാം? ക്ലെയിൻ 4 ഗ്രൂപ്പ് നമുക്ക് എടുക്കാം. ക്ലെയിൻ 4 ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്ലെയിൻ 4 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്, പക്ഷേ എന്തായിരിക്കില്ല, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കില്ല. അപ്പോൾ അബീലിയൻ ബട്ട് നോട്ട് സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാ അബീലിയൻ ഗ്രൂപ്പുകളും സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒന്നാമത്തത് നമുക്ക് എന്തായിരിക്കും? ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, എ ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. നമുക്ക് പ്രൈം ഓർഡർ ഗ്രൂപ്പുകളൊക്കെ സൈക്ലിക് ആണ്. അതായത് ഇത് നമുക്ക് എന്തായിരിക്കും? ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. എല്ലാ പ്രൈം ഓർഡർ ഗ്രൂപ്പുകളും നമുക്ക് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. ഗ്രൂപ്പിൻ്റെ ഓർഡർ പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തത്, എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പുകളൊക്കെ അബീലിയൻ ആണോ എന്നുള്ളത്. എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ ആണ്, പക്ഷെ തിരിച്ചാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക, അല്ലേ? അതായത് സൈക്ലിക് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അബീലിയൻ ആയിരിക്കും. പക്ഷെ തിരിച്ച് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല? അബീലിയൻ ആണെങ്കിൽ നമുക്ക് സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണ്. നാലാമത്തത്, Z2 ക്രോസ് Z2 എന്ന് പറയുന്നത് സൈക്ലിക് ആണോ എന്നാണ് ചോദ്യം. ഇൻ ജനറൽ നമുക്ക് ZM ക്രോസ് ZN സൈക്ലിക് ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? എമ്മിൻ്റെയും എന്നിൻ്റെയും GCD നമുക്ക് 1 ആയിരിക്കണം. എമ്മിൻ്റെയും എന്നിൻ്റെയും GCD 1 ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ZM ക്രോസ് ZN എന്ന് പറയുന്നത് സൈക്ലിക് ആവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് Z2 ക്രോസ് Z2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z2 ക്രോസ് Z2നെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് GCD ഓഫ് 2 and 2 എന്ന് പറയുന്നത് എന്തല്ല? 1 അല്ല. അപ്പോൾ നമുക്കിത് എന്തായിരിക്കില്ല? നമുക്ക് സൈക്ലിക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ എലമെൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z2 ക്രോസ് Z2നകത്ത് നമുക്ക് 4 എലമെൻസുകളായിരിക്കും. ഏതൊക്കെയായിരിക്കും? 0 0 1 1 0 1 and 1 0 എന്ന് പറയുന്ന ഈ 4 എലമെൻസുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിനെ നമുക്കൊരു സിംഗിൾ എലമെന്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇൻ ജനറൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ പറയാം? ZM ക്രോസ് ZN സൈക്ലിക് ആവണം എന്നുണ്ടെങ്കിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും GCD നമുക്ക് 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് GCD 1 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇത് സൈക്ലിക് ആയിരിക്കില്ല. അപ്പോൾ ഈ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 2ഉം 3ഉം ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് G ബി എ നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ P ക്യൂബ് ആണ്. P ക്യൂബ് ഓർഡറിലെ ഗ്രൂപ്പാണ്. അവിടെ P എന്ന് പറയുന്നത് പ്രൈം ആണ്. ഇവിടെ നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട് Z ഓഫ് G, അതായത് സെൻറ്റർ ഓഫ് G എന്ന് പറയുന്നത് ഐഡന്റിറ്റി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രൂപ്പിന്റെ സെൻറ്റർ ഐഡന്റിറ്റി അല്ലാത്ത ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ P ക്യൂബ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് Z ഓഫ് G എന്ന് പറയുന്നത് P ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതേപോലെ തന്നെ P² ആണോ നോക്കണം, G/Z ഓഫ് G സൈക്ലിക് ആണോ നോക്കണം, ആൻഡ് നൺ ഓഫ് ദ എബോവ്. ഇതിലേതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ P ക്യൂബ് ഓർഡറിൽ നോൺ അബീലിയൻ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നോൺ അബീലിയൻ ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നു. നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ P ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിനകത്ത് നമുക്ക് എത്ര എലമെൻസുകൾ ഉണ്ടാവും? നമുക്ക്
പി എലമെന്റ്സുകൾ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നോൺ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി ക്യൂബ് ആണെങ്കിൽ ഇസഡ് ഓഫ് ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. നമുക്ക് ഓൾറെഡി റിസൾട്ട് ഉണ്ട്, നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോൺ അബിലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിനകത്ത് നമുക്ക് പി എലമെന്റ്സുകളായിരിക്കും അല്ലെങ്കിൽ പ്രൈം എലമെന്റ്സുകളായിരിക്കും നമുക്ക്, അതായത് ആ എലമെന്റ്സുകൾ നമ്പർ ഓഫ് എലമെന്റ്സുകൾ എന്ന് പറയുന്നത് പി ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ പി സ്ക്വയറിൻ്റെ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താണ്? ജി ബൈ സെഡ് ഓഫ് ജി എന്ന് പറയുന്നത് സൈക്ലിക് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ജി ബൈ സെഡ് ഓഫ് ജി എന്ന് പറയുന്നത് സൈക്ലിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി എന്ന് പറയുന്നത് അബീലിയൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജി ബൈ സെഡ് ഓഫ് ജി സൈക്ലിക് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ജി ബൈ സെഡ് ഓഫ് ജി സൈക്ലിക് ആണെങ്കിൽ ജി നമുക്ക് നോൺ അബിലിയൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ജി ബൈ സെഡ് ഓഫ് ജി നമുക്ക് എന്താവില്ല? നമുക്ക് സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ജി ബൈ സെഡ് ഓഫ് ജി സൈക്ലിക് ആണെങ്കിൽ ജി അബിലിയൻ ആണെന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. സോ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. കാരണം നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? ഒരു നോൺ അബിലിയൻ ഗ്രൂപ്പ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് എ ബി എ ഫിക്സഡ് എലമെന്റ് ഓഫ് ദ ഗ്രൂപ്പ് ജി ദെൻ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ജി ദാറ്റ് കമ്മ്യൂട്ട് വിത്ത് എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സുകൾ. ഈ എലമെന്റ്സുകൾ എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എല്ലാ എലമെന്റ്സുകളുമായിട്ടും കമ്മ്യൂട്ട്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, ഈ എലമെന്റുമായിട്ട് എ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ നോർമലൈസർ ഓഫ് എ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. ഒരു എലമെന്റിന്റെ നോർമലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ നോർമലൈസർ എന്ന് വിളിക്കുന്നുണ്ടാവുക. ആ നോർമലൈസറിനെ സംബന്ധിച്ചിടത്തോളം ഈ നോർമലൈസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ അത് നോർമൽ സബ് ഗ്രൂപ്പ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നോർമലൈസർ എന്ന് പറയുന്നത് എന്താണ്? നീഡ് നോട്ട് ബി നോർമൽ. അത് നോർമൽ ആവണം നിർബന്ധമില്ല, ആവാതിരിക്കാം. പക്ഷെ അതെന്തായിരിക്കും? അതൊരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് എപ്പോഴും നോർമലൈസർ നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സുകൾ നമ്മൾ നോർമലൈസർ എന്ന് വിളിക്കുന്നുണ്ടാവും. ഈ നോർമലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ അതെപ്പോഴും നോർമൽ സബ് ഗ്രൂപ്പ് ആവണമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. നോർമലൈസർ ഓഫ് എ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് എ സബ് ഗ്രൂപ്പ് ബട്ട് നീഡ് നോട്ട് ബി എ നോർമൽ സബ് ഗ്രൂപ്പ്. നോർമൽ സബ് ഗ്രൂപ്പ് ആവാതിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സബ് ഗ്രൂപ്പ് ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്തത് നമുക്ക് ക്യൂ ബൈ സെഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗ്രൂപ്പ് ക്യൂ ബൈ സെഡ് നോ എലമെന്റ് അതർ ദാൻ ഐഡന്റിറ്റീസ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ, എവറി എലമെന്റ് ഈസ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ, എവറി എലമെന്റ് ഈസ് ഓഫ് ഇൻഫൈനൈറ്റ് ഓർഡർ, നൺ ഓഫ് ദിസ്. ഇപ്പോൾ ക്യൂ ബൈ സെഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ബൈ സെഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പാണ്. ക്യൂ ബൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് ഓർഡർ ആയിട്ടുള്ള ഗ്രൂപ്പാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനകത്ത് ക്യൂ ബൈ സെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെന്റ്സുകളും എന്തായിരിക്കും? നമുക്ക് ഫൈനൈറ്റ് ഓർഡർ ആയിരിക്കും. അതായത് എവറി എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും എവറി എലമെന്റിന്റെയും ഓർഡർ എന്തായിരിക്കും? ഫൈനൈറ്റ് ഓർഡർ ആയിരിക്കും. അപ്പോൾ എല്ലാ എലമെന്റ്സുകളുടെയും ഓർഡർ ഫൈനൈറ്റ് ആയിക്കൊണ്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് നമുക്ക് ക്യൂ ബൈ സെഡ് എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല ഇവിടെ നമുക്ക് എന്താണ്? എല്ലാ ഫൈനൈറ്റ് ഓർഡർ സബ് ഗ്രൂപ്പുകളും നമുക്ക് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും നമുക്ക് പറയാം. എവറി ഫൈനൈറ്റ് ഓർഡർ സബ് ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സൈക്ലിക്കും ആയിരിക്കും. അപ്പോൾ എല്ലാ എലമെന്റ്സുകളുടെയും ഓർഡർ എന്താണ്? ഫൈനൈറ്റ് ആണ്. ഗ്രൂപ്പ് ഒരു ഇൻഫൈനൈറ്റ് ആണ്. ഈ ഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യൂ ബൈ സെഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എലമെന്റ്സിന്റെ ഓർഡർ ആണ്. അപ്പോൾ എലമെന്റ്സിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് നോ എലമെന്റ്സ് അതർ ദാൻ ഐഡന്റിറ്റീസ് ഓഫ് ഫൈനൈറ്റ് ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു എലമെന്റും ഐഡന്റിറ്റി അല്ലാത്ത ഒരു എലമെന്റും ഫൈനൈറ്റ് അല്ല എന്നുള്ളത് ഓപ്ഷൻ ഫോൾസ് ആണ്. എല്ലാ എലമെന്റ്സുകളും എന്തായിരിക്കും? ഓർഡർ ഫൈനൈറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. അപ്പോൾ ക്യൂ ബൈ സെഡ് എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സുകളുടെ ഓർഡർ ഫൈനൈറ്റും ഗ്രൂപ്പിന്റെ ഓർഡർ ഇൻഫൈനൈറ്റുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനുള്ള എക്സാമ്പിൾ ആണ് ക്യൂ ബൈ സെഡ്. കോഷ്യൻ ഗ്രൂപ്പ് ഓഫ് നമുക്ക് ക്യൂ ബൈ സെഡ് എന്ന് പറയുന്ന കോഷ്യൻ ഗ്രൂപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. റിംഗ് തിയറിക്കകത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എഫ് ഫ്രം R1 to R2 ബി എ റിംഗ് ഹോമോമോർഫിസം.
അവിടെ നമ്മൾ റിംഗ് ഹോമോമോർഫിസം എടുത്തിട്ടുണ്ട്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നോക്കേണ്ടത്. നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡിയലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളാണ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഇഫ് R1 ഈസ് എ ഫീൽഡ് ദെൻ എഫ് ഈസ് എയ്തർ ഇൻജെക്റ്റീവ് ഓർ എ സീറോ ഹോമോമോർഫിസം. ഒരു ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് അത് എയ്തർ ഇൻജെക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്കൊരു സീറോ മാപ്പിംഗ് ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. കാരണം ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിനകത്തുള്ള ഐഡിയൽസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐഡിയൽസുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമുക്ക് 0 അല്ലെങ്കിൽ നമുക്ക് എഫ്. ഈ 2 ഐഡിയൽസുകൾ മാത്രമേ നമുക്ക് എന്തിന് കാണാനായിട്ട് സാധിക്കുള്ളൂ? ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇത് മാത്രമേ നമുക്ക് എന്തായിട്ട് ഇപ്പോൾ പോസിബിൾ ആവുന്നുള്ളൂ? കേണലായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. ഇപ്പം R1-നകത്ത് നിന്നും നമുക്ക് എഫ് എന്ന് പറയുന്നത് R1-നകത്ത് നിന്നും R2-ലോട്ട് നമ്മളൊരു ഹോമോമോർഫിസം എടുക്കുന്നു. R1 ഒരു ഫീൽഡ് ആണെങ്കിൽ R1-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേണൽ എന്ന് പറയുന്നത്, കേണൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കേണൽ എന്തായിരിക്കണം? കേണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? കേണൽ ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ R1 തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേണൽ 0 ആണെങ്കിൽ ഈ ഹോമോമോർഫിസം എന്തായിരിക്കും? നമുക്ക് 1-1 ഹോമോമോർഫിസം ആയിരിക്കും അല്ലെ? കേണൽ 0 ആണെങ്കിൽ ഒബ്വിയസ്ലി അത് 1-1 ഹോമോമോർഫിസം ആയിരിക്കും. കേണൽ R1 തന്നെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഹോമോമോർഫിസം എന്തായിരിക്കും? 0 ഹോമോമോർഫിസം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ R1 എന്ന് പറയുന്ന ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഹോമോമോർഫിസം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1-1 ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 0 ഹോമോമോർഫിസം ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തത്, ഐ എന്ന് പറയുന്ന ഒരു ഐഡിയൽ ഓഫ് R1 ആണെങ്കിൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ഐഡിയൽ ഓഫ് R2 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അവിടെ നമുക്ക് ഐഡിയൽ ഓഫ് R1 ആണെങ്കിൽ എഫ് ഓഫ് ഐ ഐഡിയൽ ഓഫ് R2 ആവണം നമുക്ക് നിർബന്ധമില്ല. അതാവുന്ന കേസ് എപ്പോഴാണ്? എഫ് ഓൺ 2 ആണെങ്കിലാണ് നമുക്ക് ആവുന്നുണ്ടാവുക. അതായത് ഐ എന്ന് പറയുന്നത് R1-ന്റെ ഐഡിയലും അതേപോലെ തന്നെ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഐഡിയൽ ഓഫ് R2 എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എഫ് എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഓൺ ടു ഹോമോമോർഫിസം ആണെങ്കിൽ മാത്രമാണ് നമുക്കത് പോസിബിൾ ആവുക. അല്ലാത്ത കേസിൽ നമുക്ക് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് R2-ന്റെ ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. സോ രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് ഓപ്ഷൻ ബി നമുക്കൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. എപ്പോഴും നമുക്ക് എഫ് ഓഫ് ഐ R2-ന്റെ ഒരു ഐഡിയൽ ആവണമെന്നില്ല. എഫ് ഓൺ ടു ആകുമ്പോൾ കേസിലാണ് നമുക്ക് എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് R2-ന്റെ ഐഡിയൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവാം. ഇനി മൂന്നാമത്തത്, എസ് ഈസ് എ സബ്റിങ് ഓഫ് R2 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് പറയുന്നത് സബ്റിങ് ഓഫ് R1 ആണ്. ട്രൂ ആണ്. അതായത് ഒരു സബ്റിങ്ങിന്റെ പ്രീമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അണ്ടർ എ ഹോമോമോർഫിസം, അണ്ടർ എ റിംഗ് ഹോമോമോർഫിസം നമ്മൾ ഒരു സബ്റിങ്ങിന്റെ പ്രീമേജ് എടുത്തു കഴിഞ്ഞാൽ പ്രീമേജ് ഓഫ് എ സബ്റിങ് എന്ന് പറയുന്നത് വീണ്ടും എന്തായിരിക്കും? ഒരു സബ്റിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്കൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 ഒരു ഐഡന്റിറ്റി ആണ്, R1-ന് ഐഡന്റിറ്റി 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓൺ 2 കൂടെയാണ്. R1-ന്റെ ഐഡന്റിറ്റി 1-ഉം എഫ് ഓൺ 2-ഉം ആണെങ്കിൽ എഫ് ഓഫ് 1 ഈസ് ഐഡന്റിറ്റി ഓഫ് R2. കറക്റ്റ് ആണ്. നമുക്ക് ഒരു ഐഡന്റിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം യൂണിറ്റി, നമുക്കിപ്പം R1 ഹാസിന് യൂണിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓൺ 2 ആണെങ്കിൽ എഫ് ഓഫ് 1 എന്തായിരിക്കും? R' അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിനകത്തുള്ള റിങ്ങിനകത്തുള്ള യൂണിറ്റിയിലേക്കായിരിക്കും നമുക്കത്, ഏത് യൂണിറ്റി ആയിട്ടായിരിക്കും നമുക്ക് മാറുന്നുണ്ടാവുക. അതായത് ഇവിടെ ഇപ്പം നമ്മൾ എഫ് എന്ന് പറയുന്നത് R-ൽ നിന്നും R' നമുക്കൊരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നു. ഈ എഫ് ഒരു ഓൺ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? യൂണിറ്റി ഓഫ് R' ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അത് ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് R ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് എഫ് ഓൺ 2 എന്നുള്ള കണ്ടീഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും നമുക്ക് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക ഓപ്ഷൻ ബി ആയിരിക്കും. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബിക്ക് വേണമെങ്കിൽ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് എഫ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിൽ നിന്നും റാഷണൽ നമ്പേഴ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹോമോമോർഫിസം നമുക്ക് ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം. അപ്പോൾ ഈ ഒരു ഹോമോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐയുടെ ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് 2z നമുക്ക് എടുക്കാം. ഇസഡിന്റെ ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് 2z എടുക്കാം. അപ്പോൾ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 2z തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. 2z എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്, നോട്ട് ഈക്വൽ ടു ക്യൂ അല്ലേ? അതായത് സബ്സെറ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 2z എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. പക്ഷെ അത് എന്തായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല? നമുക്ക് ഒരു ഐഡിയൽ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ
എലമെൻസുകൾ ഇപ്പം റാഷണൽ നമ്പേഴ്സിനകത്തുള്ളൊരു എലമെൻറ്റ് ഇപ്പോൾ ഒരു 1/2 ബിലോങ്സ് ടു ക്യൂ ആണ് ആൻഡ് 2 ബിലോങ്സ് ടു 2z ആണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും 1 ആയിരിക്കും. ആ 1 നമുക്ക് എവിടെ ഇല്ല, 2z-നകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2z എന്ന് പറയുന്നത് നോട്ട് ആൻ ഐഡിയൽ ഓഫ് ക്യൂ, അതായത് ക്യൂവിൻ്റെ ഐഡിയൽ ആയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല, 2z നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഈ തന്നിട്ടുള്ളതിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് സർജക്റ്റീവ് റിംഗ് ഹോമോമോർഫിസം ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം Z7 ടു Z3. Z7-ൽ നിന്നും Z3-ലോട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സർജക്റ്റീവ് ഹോമോമോർഫിസത്തിൻ്റെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് വരുന്ന ഹോമോമോർഫിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ZN-ൽ നിന്നും നമുക്ക് ZN-ൽ നിന്നും ZM-ലോട്ട് നമുക്കൊരു ഹോമോമോർഫിസം നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഹോമോമോർഫിസം ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും, Z7 ടു Z3 ആണെങ്കിൽ നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക 2⍵3 മൈനസ് ഒമേഗ ഓഫ് നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഒമേഗ ഓഫ് 3/GCD ഓഫ് 7 and 3. ഇതാണ് നമുക്ക് വരുന്നുണ്ടാവുക. അതായത് ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ ജനറൽ നമുക്ക് വരുന്നുണ്ടാവുക 2⍵m അല്ലേ, 2⍵m മൈനസ് നമുക്ക് എന്തായിരിക്കും ഒമേഗ ഓഫ് m/GCD ഓഫ് mn. ഇതാണ് നമുക്ക് നമ്പർ ഓഫ് റിംഗ് ഹോമോമോർഫിസം ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. അവിടെ ഈ ഒമേഗ ഓഫ് m കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒമേഗ ഓഫ് m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രൈം ഡിവൈസേഴ്സ് ആണ്. അതായത് എമ്മിൻ്റെ നമ്പർ ഓഫ് പ്രൈം ഡിവൈസേഴ്സ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3യുടെ നമ്പർ ഓഫ് പ്രൈം ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3ക്ക് നമുക്ക് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ഡിവൈസേഴ്സ് അല്ലെങ്കിൽ പ്രൈം ഡിവൈസേഴ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണം നമുക്ക് വരുന്നുണ്ടാവും, ആകെ നമുക്കൊരു പ്രൈം ഡിവൈസർ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. ഒമേഗ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആകെ ഒരു പ്രൈം ഡിവൈസറേ ഉള്ളൂ 3 ആയിട്ട്. ഇനി ഇവിടെ നമുക്ക് ഒമേഗ ഓഫ് 3/GCD ഓഫ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 GCD എന്താണ്, 1 ആണ്. സോ ഒമേഗ ഓഫ് 3 തന്നെയാണ് അതും കിട്ടുന്നുണ്ടാവുക. ഒമേഗ ഓഫ് 3 നമുക്ക് 1 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2⁻1 - 1 അതായത് 2⁻0. 2⁻0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പം 2⁻0 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം Z7-ൽ നിന്നും Z3-ലോട്ട് നമുക്ക് ആകെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഹോമോമോർഫിസം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഏതായിരിക്കും ആ ഹോമോമോർഫിസം, നമുക്ക് ഏതൊരു റിംഗിൽ നിന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോമോമോർഫിസം ആയിട്ട് നമുക്കുള്ള ഏതാണ്, ട്രിവിയൽ ഹോമോമോർഫിസം ആണ്. ട്രിവിയൽ ഹോമോമോർഫിസം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാം എങ്ങോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നുണ്ടാവുക, ഐഡന്റിറ്റിയിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും നമുക്കൊരു ട്രിവിയൽ ഹോമോമോർഫിസം എന്തായിട്ട് വരുന്നുണ്ടാവില്ല, സർജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൺ ടു മാപ്പിംഗ് ആയിട്ട് നമുക്കൊരു ട്രിവിയൽ ഹോമോമോർഫിസം വരുന്നുണ്ടാവില്ല അല്ലേ. Z7-ൽ നിന്നും Z3-ലോട്ട് നമ്മളൊരു ട്രിവിയൽ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ഓൺ ടു ആവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Z7-ൽ നിന്നും Z3-ലോട്ട് നമുക്ക് നമ്പർ ഓഫ് സർജക്റ്റീവ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവിടെ ഒരു ഓൺ ടു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഇൻ ദ റിംഗ് Z24. Z24-നകത്തുള്ള ഇൻവേർട്ടിബിൾ എലമെന്റ്സുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഇൻവേർട്ടിബിൾ എലമെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂണിറ്റുകളാണ്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Z24-നകത്തുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സുകൾ. അപ്പോൾ Zn-നകത്തുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളാണ് അതിൻ്റെ യൂണിറ്റുകളായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എലമെന്റ്സുകൾ എന്തായിരിക്കും, നമുക്ക് 0 ഡിവൈസർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ Z-നെ സംബന്ധിച്ചിടത്തോളം Z-ന്റെ നമ്പർ ഓഫ് ഇതായിട്ട് അതായത് നമ്പർ ഓഫ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകൾ എന്ന് പറയുന്നത് φ(n) ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 24-നെ സംബന്ധിച്ചിടത്തോളം Z24-നകത്ത് നമുക്ക് φ(24) ആയിരിക്കും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റുകൾ ഉണ്ടാവുക. φ(24) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2³ × 3 എന്ന് നമുക്ക് എഴുതാം. അപ്പം നമുക്കതിനെ φ(2³ × φ(3) എന്ന് നമുക്ക് എഴുതാം. φ(2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, φ(8) ആണ്. φ(8) എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻഡ് φ(3) എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ടോട്ടൽ നമുക്ക് 8 യൂണിറ്റുകളായിരിക്കും Z24-നകത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു Zn-നകത്ത് നമ്മൾ എടുക്കുമ്പോൾ അവിടെ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളൊക്കെ യൂണിറ്റുകളും അല്ലാത്തവയൊക്കെ നമുക്ക് 0 ഡിവൈസേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z24 ആയതുകൊണ്ട് φ(24) എലമെന്റ്സുകളായിരിക്കും യൂണിറ്റുകളായിട്ട് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക.
ഇനി നമുക്ക് റിംഗ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബികളാണ്. എയും ബിയും ബിലോങ്സ് ടു ഇസഡ്. എയും ബിയും ഇസഡിനകത്ത് വരുന്ന സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബികളാണ്. അവിടെ ബി എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ടേം ഈവൻ എലമെന്റ്സുകളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എസ് എന്ന് പറയുന്ന ഈ ഒരു സബ്സെറ്റ് ഇസഡ് ഓഫ് ഐയുടെ സബ്റിംഗ് ആണോ ഐഡിയൽ ആണോ എന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് എന്താണ് എ പ്ലസ് ഐ ബികളുടെ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസഡ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബികളാണ്. ആ എ പ്ലസ് ഐ ബികളിൽ ബി എടുക്കുന്ന, അതായത് ബി എന്ന് പറയുന്നത് ഈവൻ ആകുന്ന സമയത്ത് ഒബ്വിയസ്ലി എസ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ് ഓഫ് ഐ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. എസ് എന്തായാലും ഇസഡ് ഓഫ് ഐയുടെ സബ്സെറ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇനി നമുക്കത് സബ്റിംഗ് ആണോ അതേപോലെ തന്നെ അത് ഐഡിയൽ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്റിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. സബ്റിംഗ് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് എലമെന്റ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ പ്രൊഡക്റ്റ് നമുക്ക് അതിനകത്ത് വേണം, സബ്ട്രാക്ഷൻ നമുക്ക് അതിനകത്ത് വേണം അല്ലേ. സബ്റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവരി എ ബി ബിലോങ്സ് ടു എസ് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എസിനകത്ത് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല എ ഇൻറ്റു ബിയും എവിടെ ഉണ്ടായിരിക്കണം? എസിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് എലമെന്റ്സുകൾ എസിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. എ പ്ലസ് ഐ ബിയും അതേപോലെ തന്നെ സി പ്ലസ് ഐ ഡിയും നമുക്ക് എസിനകത്ത് നിന്നും ചൂസ് ചെയ്യാം. അവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? എയും ബിയും സിയും ഡിയും ഒക്കെ നമുക്ക് ഇൻറ്റിജേഴ്സ് ആവണം. അത് മാത്രമല്ല ബിയും ഡിയും എന്തായിരിക്കണം? ഈവൻ ആവുകയും വേണം. ഈ കണ്ടീഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ഐ ബിനെ നമുക്ക് സി പ്ലസ് ഐ ഡി ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ഐ ബി മൈനസ് സി പ്ലസ് ഐ ഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ് ഡി എന്നായിരിക്കും വരുന്നുണ്ടാവാം. ഇവിടെ ബിയും ഡിയും ഈവൻ ആയതുകൊണ്ട് ബി മൈനസ് ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഈ പാർട്ട് നമുക്ക് ഈവൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഉണ്ടെന്ന് പറയാം? എസിനകത്തുണ്ടെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് സബ്റിങ്ങിൻ്റെ സാറ്റിസ്ഫൈഡ് ആയി. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ആണ് നമുക്ക് നോക്കേണ്ടത്. അത് നമുക്ക് വരുന്നുണ്ടാവുക എങ്ങനെയായിരിക്കും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി എന്നായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. ഐ ബി ഇൻറ്റു ഐ ഡി ചെയ്യുമ്പോൾ മൈനസ് ബി ഡി ആയിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഐയുടെ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ സി മൈനസ് ബി ഡി നമ്മൾ നോക്കുമ്പം ഒബ്വിയസ്ലി എയും ബിയും സിയും ഡിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഇത് ബിലോങ്സ് ടു ഇൻറ്റിജർ ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി ചെയ്യുന്ന സമയത്ത് എ ഡി പ്ലസ് ബി സി ആണ്. എ ഡി എന്ന് പറയുമ്പം ഡി ഈവൻ ആണ്. ഈവൻ ഇൻറ്റിജറിനെ നമ്മൾ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈവൻ ആയിരിക്കും. അപ്പോൾ ഡി ഈവൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ ഡി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ബി ഈവൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് പറയാം? ബി സി എന്ന് പറയുന്നതും ഈവൻ ആയിരിക്കും. അപ്പോൾ ഒരു ഈവൻ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കും? കിട്ടുന്ന നമ്പർ നമുക്കൊരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈവൻ ആണെങ്കിൽ അതിൻ്റെ സമ്മും നമുക്ക് ഈവൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് എവിടെ ഉണ്ടാവും? എസിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഡിഫറൻസും എസിനകത്തുണ്ട്, പ്രൊഡക്റ്റും എസിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സബ്റിംഗ് ആണെന്ന് നമുക്ക് പറയാം. സോ എസ് ഈസ് എ സബ്റിംഗ് ഓഫ് ഇസഡ് ഓഫ് ഐ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ സബ്റിംഗ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കത് ഐഡിയൽ ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഐഡിയലിൻ്റെ കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഐഡിയൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമുണ്ട്? ഇസഡ് ഓഫ് ഐനകത്തുള്ള ഒരു എലമെൻറ്റും എസിനകത്തുള്ള ഒരു എലമെൻറ്റും നമ്മൾ എടുത്തിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ പ്രൊഡക്റ്റ്, അതായത് എ ആറും ആർ എയും നമുക്ക് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള എലമെൻറ്റ് നമുക്ക് ഇസഡ് ഓഫ് ഐയിൽ നിന്നും ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സി പ്ലസ് ഐ ഡി എന്നുള്ളത് നമുക്ക് എസിനകത്തു നിന്നും ചൂസ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു സി പ്ലസ് ഐ ഡി എന്നുള്ളത് എസിനകത്തുണ്ടോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. അത് നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും? സി എക്സ് മൈനസ് വൈ ഡി പ്ലസ് ഐ ഇൻറ്റു സി വൈ പ്ലസ് എക്സ് ഡി ആണ് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സി വൈ പ്ലസ് എക്സ് ഡി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഇസഡ് ഓഫ് ഐക്കകത്ത് നിന്നും നമുക്കൊരു എലമെൻറ്റ് ഐ നമുക്ക് എടുക്കാം. ഐ ബിലോങ്സ് ടു ഇസഡ് ഓഫ് ഐ എടുക്കാം. ആൻഡ് ഇവിടെ നിന്നും നമുക്ക് എസിനകത്ത് നിന്നും നമുക്ക് 1 എടുക്കാം. 1 ബിലോങ്സ് ടു എസ് എടുക്കാം. കാരണം 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് പറയുന്നത് 1 പ്ലസ് 0i അല്ലേ. 1 പ്ലസ് 0i ആകുമ്പോൾ 0 നമ്മൾ ഈവൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ 1 പ്ലസ് 0i നമുക്ക് എവിടെ ഉണ്ടാവും? എസിനകത്ത് നമുക്ക് വരുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ഇൻറ്റു ഐ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്?
ഐ ആണ്. ഈ ഐ നമുക്ക് എവിടെ ഉണ്ടാവില്ല? എസ്സിനകത്ത് ഉണ്ടാവില്ല. കാരണം ഐനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 0 + 1i എന്നാണ് എഴുതുക. ഈ 1 എന്ന് പറയുന്നത് ഓഡാണ്, ഇറ്റ്സ് നോട്ട് ഈവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 1 × i = i. അത് നമ്മുടെ എസ്സിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായിരിക്കില്ല? ഐഡിയൽ ആയിരിക്കില്ല. സോ നോട്ട് ആൻ ഐഡിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത് ഐഡിയൽ ആയിരിക്കില്ല. സോ ഓപ്ഷൻ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് സബ്റിംഗ് ആണ്, പക്ഷെ ഐഡിയൽ അല്ല എന്നാണ് നമുക്ക് വരുന്നുണ്ടാവുക. സോ ഇറ്റ്സ് എ സബ്റിംഗ്, നോട്ട് ആൻ ഐഡിയൽ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഇനി നമുക്ക് ലീനിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ലീനിയറിനകത്ത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എയും ബിയും n/n റിയൽ മെട്രിക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തത് റാങ്ക് ഓഫ് a + b = റാങ്ക് ഓഫ് a + റാങ്ക് ഓഫ് b. Rank of a plus b less than or equal to rank of a plus rank of b. Rank of a plus b is equal to minimum of rank of a rank of b. And rank of a plus b equal to maximum of rank of a rank of b. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് ആണ്. റാങ്ക് ഓഫ് a + b എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് a റാങ്ക് ഓഫ് b ആണെന്നുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് നോക്കണ്ട, നമുക്ക് ഒറ്റയടിക്ക് തന്നെ അത് ട്രൂ ആണെന്ന് പറയാം. ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ളതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് നമ്മൾ നോക്കുമ്പോൾ എ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 1 0 0 0 എടുക്കാം. ബി ആയിട്ട് നമുക്ക് സെയിം മെട്രിക്സ് തന്നെ നമുക്ക് 1 0 0 0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ a + b എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2 0 0 0 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റാങ്ക് ഓഫ് എ, അതായത് റാങ്ക് ഓഫ് എ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് 1, റാങ്ക് ഓഫ് ബി ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് 1 ആൻഡ് റാങ്ക് ഓഫ് a + b ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് 1. എല്ലാ റാങ്കുകളും 1 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് a + b നമുക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? റാങ്ക് ഓഫ് a + റാങ്ക് ഓഫ് b എന്നല്ല നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. റാങ്ക് ഓഫ് a + b ഈസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് a + b എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ നമുക്ക് ഇവിടെ നിന്നും ഫോൾസ് ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ നമ്മൾ ട്രൂ ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ നമുക്ക് a + b മിനിമം ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് സെയിം വേ നമുക്ക് 1 0 0 0യും ബി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സും നമുക്ക് ചൂസ് ചെയ്യാം. ഇത് രണ്ടും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ a + b എന്ന് പറയുന്നത് നമുക്ക് വരുന്ന എന്തായിരിക്കും? 2 0 0 1 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ a + bയുടെ റാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ആയിട്ട് നമുക്ക് വരുന്നത് 1 ആണ്, റാങ്ക് ഓഫ് ബി ആയിട്ട് നമുക്ക് വരുന്നത് 2 ആണ്. a + bയുടെ റാങ്കും നമുക്ക് വരുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് a + b എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെയും ബിയുടെ മിനിമം 1 ആണ്, പക്ഷെ നമുക്ക് അതല്ല നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷൻ സി നമുക്ക് ഫോൾസ് ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് ലാസ്റ്റ് ഓപ്ഷനും ഇതേപോലെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം? എ എന്ന് പറയുന്നത് നമുക്ക് -i എടുക്കാം, ബി എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കാം. അപ്പോൾ a + b എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? 0 മെട്രിക്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ഈ 0 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ഓഫ് എ ആയിട്ട് നമുക്ക് 2ഉം റാങ്ക് ഓഫ് ബി ആയിട്ട് നമുക്ക് 2ഉം റാങ്ക് ഓഫ് a + b ആയിട്ട് നമുക്ക് 0യുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് a + bനെ നമുക്ക് മാക്സിമം ഓഫ് റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എയുടെയും ബിയുടെയും മാക്സിമം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, പക്ഷേ a + bയുടെ റാങ്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് 0യുമാണ്. അപ്പം ഇത് നമുക്ക് ഈക്വൽ ആണെന്നോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം റാങ്ക് ഓഫ് a + b ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ബി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഇവിടെ ax = b എന്നുള്ള രീതിയിൽ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ നേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റുന്ന സമയത്ത് a എന്ന് പറയുന്ന മെട്രിക്സ് 1 2 1 2 3 1 ആൻഡ് 3 5 2 ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് വരുന്നുണ്ടാവുക എന്തായിരിക്കും? 3 3 1 എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 x3. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം ax = b എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നമുക്ക് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി റാങ്ക് ഓഫ് എനോട് ഈക്വൽ ആവുകയും നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക? യുണീക്ക് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവാം. ഇനി റാങ്ക് ഓഫ് എ ബി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി റാങ്ക് ഓഫ് എനോട് ഈക്വൽ ആവുകയും അത് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം.
ഇനി ഇത് രണ്ടും അല്ലാത്ത കേസ്, അതായത് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എനോട് ഈക്വൽ അല്ല എങ്കിൽ അവിടെ നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല, നോ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി നമ്മൾ എഴുതി കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? 1 2 1 2 3 1 3 5 2. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യാം? R2ൽ നമുക്ക് R2 - 2 R1ഉം R3ൽ നമുക്ക് R3 - 3 R1ഉം ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എന്തായിട്ട് നമുക്ക് മാറുന്നുണ്ടാവും? ഫസ്റ്റ് റോയിൽ നമുക്ക് മാറ്റമില്ല, 1 2 1 3 ഉണ്ടാവും. സെക്കൻഡ് റോയിൽ 0 -1 -1 -3 നമുക്ക് ഉണ്ടാവും അല്ലേ? ആൻഡ് തേർഡ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് റോയിൽ നമുക്ക് 0 -1 -1 1 നമുക്ക് വരുന്നുണ്ടാവുക. 3 ആകുമ്പോൾ 1 - 8 എന്ന് പറയുമ്പോൾ 9 എന്ന് പറയുമ്പോൾ -8 ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റും റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിനോട് ഈക്വൽ അല്ല. കാരണം നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ R3ൽ നമ്മൾ R3 - R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നമ്മുടെ മെട്രിക്സ് ആയിട്ട് നമുക്ക് വരിക 1 2 1 3 ഉണ്ടാവും, 0 -1 -1 -3 ഉണ്ടാവും, ആൻഡ് 0 0 0 -5 ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം നോ സൊല്യൂഷൻ ആണ് നമുക്ക് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ചോദ്യമാണ്. മാച്ച് ചെയ്യേണ്ടത് ഒന്നാമത്തത് ലിസ്റ്റ് എയിലകത്തുള്ളത് ദ സ്പേസ് ഓഫ് 4x4 റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇപ്പോൾ ഇതിന്റെ ഡയമെൻഷൻസ് ആണ് നമുക്ക് പരസ്പരം മാച്ച് ചെയ്യേണ്ടത്. ലിസ്റ്റ് 1ൽ നമുക്ക് തന്നിട്ടുള്ളത് വെക്ടർ സ്പേസുകളും ലിസ്റ്റ് 2ൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? നമ്മുടെ ഡയമെൻഷൻസുമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് n/n റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് വരുന്ന എന്താണ്? n/n മെട്രിക്സ് ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുക n × n - 1/2 ആണ്. അപ്പോൾ ഒരു 4x4 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 4x4 ആയിട്ടുള്ള റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരിക എന്തായിരിക്കും? 4 × 3 / 2. 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് 4x4 സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നമുക്ക് 6 ആയിരിക്കും. അപ്പോൾ 1 maps to A ആണ്. അപ്പോൾ 1 maps to A ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എയും ബിയും നമുക്ക് ഒഴിവാക്കി കളയാം. ഇനി രണ്ടാമത്തെ എന്താണ്? ദ സ്പേസ് ഓഫ് 3x3 മെട്രിക്സസ് ആണ്. 3x3 മെട്രിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ n/n മെട്രിക്സസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? n/n മെട്രിക്സസ് ആണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n² ആണ് നമുക്ക് ഡയമെൻഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ 3x3 മെട്രിക്സസ് ആയതുകൊണ്ട് തന്നെ 3x3 മെട്രിക്സസിൽ നമുക്ക് എന്തായിരിക്കും വരിക? ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 3² എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 1 maps to 9 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് AB അല്ലേ? ABCD ആണ്. ABCD ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? 1 maps to B ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനുകൾ ഒഴിവാക്കാം. 1 maps to B ആൻഡ് 2 maps to എന്താണ്? C ആണ് വരുന്നത്. അപ്പോൾ 2 maps to C ആവുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ആദ്യത്തതിൻ്റെ ഡയമെൻഷൻ 6 ആണ്, രണ്ടാമത്തതിൻ്റെ ഡയമെൻഷൻ 9 ആണ്, മൂന്നാമത്തതിൻ്റെ ഡയമെൻഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേസ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് ഫ്രം R to R. റിയൽ നമ്പറിലേക്കുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫൈനൈറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഇവിടെ നമുക്ക് മൂന്നാമത്തെ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. സോ ഈ തന്നിരിക്കുന്നവയിൽ നമുക്ക് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ സ്പേസിനെ ഡയമെൻഷനിലോട്ട് മാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇവിടെയുള്ള ലീനിയറിനകത്തുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ടി എന്ന് പറയുന്നത് R2ൽ നിന്നും R2ലോട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനും T of 1 2 = 2 3 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ട്രാൻസ്ഫോർമേഷനും തന്നിട്ടുണ്ട് T of 0 1 എന്ന് പറയുന്നത് 1 4 ആണെന്നുള്ളത്. നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? T of 5 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് T of 1 2 2 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. T of 0 1 1 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1 2ൻ്റെയും 0 1ൻ്റെയും പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 0 1ൻ്റെ ഡിറ്റർമിനന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 ആണ്, നോട്ട് ഈക്വൽ ടു 0.
അതിനർത്ഥം നമുക്ക് എന്ത് പറയാം, 1 2 അതേപോലെ തന്നെ 0 1 എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സെറ്റ് ആയിരിക്കും. കാരണം അവിടെ നമുക്ക് ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അല്ലെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ 0 1 നിന്ന് നമുക്ക് ഒരിക്കലും 1 2 നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എലമെന്റ്സുകൾ പരസ്പരം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റാണ്. അത് മാത്രമല്ല, ഇവിടെ നമുക്കുള്ള ഡിഫൈൻ ആയിട്ടുള്ള വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് R2 ആണ്. R2-നകത്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏത് രണ്ട് എലമെന്റ്സുകൾ എടുത്തു കഴിഞ്ഞാലും അതെന്തായിട്ട് മാറുന്നുണ്ടാവും, ബേസിസ് ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. Any two linearly independent vectors on R2 remains a basis of R2 ആയിട്ട് നമുക്ക് പറയാം. അത് ഏതൊരു Rn എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. Rn-നകത്ത് നമുക്കൊരു n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് നമുക്ക് എന്തായിട്ട് മാറും, Rn-ന്റെ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം, 1 2ഉം 0 1ഉം R2-ന്റെ ഒരു ബേസിസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ R2-ന്റെ ബേസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു എലമെന്റ് നമ്മൾ AB R2-നകത്തും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും, അപ്പോൾ R2-നകത്തുള്ള ഏതൊരു AB നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്താം, AB എന്ന് പറയുന്നതിനെ നമുക്ക് 1 2ൻ്റെയും 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് C1 × 1 2 പ്ലസ് C2 × 0 1 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ബേസിസ് ആയതുകൊണ്ട് R2-നകത്തുള്ള ഏതൊരു എലമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും, നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ AB is equal to C1 of 1 2 പ്ലസ് C2 of 0 1 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C1 and 2C1 plus C2. ഇതാണ് നമുക്ക് എയും ബിയും ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ AB is equal to നമുക്ക് എന്ത് പറയാം, C1ഉം 2C1 plus C2. ഇവിടെ നിന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ C1 ആണ് ആൻഡ് B is equal to 2C1 plus C2 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ 2A C1ൻ്റെ വാല്യൂ A ആയതുകൊണ്ട് തന്നെ B is equal to നമുക്ക് എന്ത് പറയാം, 2A plus C2 എന്ന് പറയാം. സോ C2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, B minus 2A എന്ന് കിട്ടും. അതായത് A equal to C1 ആണ്, C2 equal to B minus 2A ആണ് എന്നുള്ള റിലേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T of AB, നമ്മൾ ഏതൊരു AB നമ്മൾ എടുക്കുകയാണെങ്കിൽ T of AB എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, C1 × T of 1 2 പ്ലസ് C2 × T of 0 1 ആയിരിക്കും വരുന്നുണ്ടാവുക. എന്താണ് C1? C1 എന്ന് പറഞ്ഞാൽ A ആണ്. A × T of 1 2 എന്താണ് C2? C2 എന്ന് പറയുന്നത് B minus 2A × T of 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 6 ആണ്. അപ്പോൾ T of 5 6, 5 6ൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണുന്ന സമയത്ത് 5 × T of 1 2 പ്ലസ് B minus 2A ആണ്. അതായത് B minus 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ഉം 6ഉം ആകുന്ന സമയത്ത് 6 minus 2 × 5 10 ആയിരിക്കും, -4 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം നമുക്ക് എന്ത് വേണം, -4 × നമുക്ക് ചെയ്യണം, -4 × T of 0 1 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം എന്താണ് T of 1 2? T of 1 2 എന്ന് പറയുന്നത് 2 3ഉം ആൻഡ് T of 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4ഉം ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് നമുക്ക് കിട്ടുന്നുണ്ടാവുക 10 15 പ്ലസ് -4 -16 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എത്രയായിരിക്കും, 6 and -1 ആയിരിക്കും വരിക. അതായത് T of 5 6 ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, 6 -1, 5 6 മാപ്പിംഗ് ടു 6 -1 അണ്ടർ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് എലമെന്റ്സുകളുടെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് എലമെന്റ്സുകൾ R2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ആയിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻ ജനറൽ ഏത് എലമെന്റ്സിനെ വേണമെങ്കിലും നമുക്ക് അതിനെ ട്രാൻസ്ഫോർമേഷൻ കാണുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്ന സമയത്ത് T of 5 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 6 -1 ആണ്. സോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ 2 ബാച്ചുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് 2 ബാച്ചുകളാണുള്ളത്, എക്സ്ട്രാ മൈൽ ബാച്ചും അതേപോലെ തന്നെ സ്പ്രിന്റ് ബാച്ചും. ഇവിടെ എക്സ്ട്രാ മൈൽ ബാച്ചിൽ നമുക്ക് വരുന്നത് 30 ദിവസത്തെ ടെസ്റ്റ് സീരീസിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷനും പ്ലസ് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും.
അതേപോലെ തന്നെ സ്പ്രിന്റ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് മെന്റർ സപ്പോർട്ടും അതേപോലെ തന്നെ വീഡിയോ സൊല്യൂഷനൊന്നും ആവശ്യമില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്പ്രിന്റ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. അവിടെ നമുക്ക് എക്സാമുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസിലെ 2 ബാച്ചുകളെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓൾജിബ്രയിൽ നിന്നും നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീനിയറും ഗ്രൂപ്പും റിങ്ങും ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്